ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ ഹൽവയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കണ്ടേ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്തേക്കാം. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 10-11 ഞാൻ നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്കൊന്ന് മിക്സിയിലിട്ട് നരച്ചെടുക്കാം. വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ തന്നെ നമുക്കൊന്നത് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഗ്യാസിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളിയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കാഷ്യൂനട്ട് കുറച്ച് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ നമ്മളിത് അരച്ചു വെച്ച നേന്ത്രപ്പഴമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീനച്ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നിർത്തരുത്. കാരണം അടിക്ക് പിടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിത് കുറുക്കി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഞാനിപ്പോൾ നേന്ത്രപ്പഴം നല്ല മധുരമുള്ള നേന്ത്രപ്പഴം ആയതുകൊണ്ട് ഞാൻ 1.5 കപ്പ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 2-2.5 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ നല്ല മധുരം കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ അത്ര ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടിക്ക് പിടിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറുക്കിയെടുക്കണം. അങ്ങനെ വിട്ട് വരുന്നവരെ കുറുക്കിയെടുക്കണം. ഇപ്പൊ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അപ്പം നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി നമുക്ക് നെയ്യിട്ട് കൊടുക്കാം. നെയ്യിട്ട് കൊടുത്തതിന് ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും. നെയ്യ് കൂടുതലിട്ടത് പോലെ തന്നെ ആയിരിക്കും ടേസ്റ്റിന്റെ ഇത് ഉണ്ടാവുക. അപ്പം നമുക്ക് ഇത് കാഷ്യൂനട്ട് നമുക്ക് ചൂടാക്കി വെച്ച കാഷ്യൂനട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേറ്റിലേക്കാണ് ഞാൻ മാറ്റിയെടുത്തിട്ടുള്ളത്. നമുക്ക് തണിഞ്ഞതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പം നന്നായി തണിഞ്ഞു. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഹൽവ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.